ഗുരുവായൂർ അമ്പലത്തിൽ പോലും ശിവയിലെടുക്കാൻ ശരിക്കും നേരം വേണം കൃത്യമായിട്ട് ആനകളില്ല. അപ്പോൾ ആനകൾ വന്നാൽ തന്നെ നിലനിൽക്കുള്ളൂ. ശ്രീനിവാസനെ കുറിച്ച് മണിയേട്ടൻ്റെ ശ്രീനിവാസൻ ബീഹാർ ആനയെന്ന് ഒരിക്കലും പറയാൻ പറ്റാത്ത മാത്രം ഒരു ആനയല്ലായിരുന്നു. ഒരു ലോകമല്ലായിരുന്നു. ചെറിയ ഇടവഴിയിലൂടെ പോകുമ്പോൾ ആന പോലെ ഒരു വണ്ടിക്ക് പോകാൻ പറ്റില്ല. ആന എനിക്ക് അങ്ങനെ കൂടി പ്രത്യേകത കൂടി ഞാൻ പറയാൻ ചോദിക്കാത്തൊരു ചോദ്യമാണ്. ഈ ആനകളൊക്കെ മരണപ്പെട്ടിട്ട് വാളയാർ അല്ലെങ്കിൽ കോടനാടൊക്കെ കൊണ്ടുപോയിട്ടുള്ളൊക്കെ ഞാൻ തന്നെയാണ്, എൻ്റെ നേതൃത്വം തന്നെയാണ്. ഇത് എങ്ങനെയാണ് അതിൻ്റെ ഒരു ഇത് വരുന്നത്? ഇപ്പോൾ ഈ ഒരു പോസ്റ്റ്മോർട്ടത്തിൻ്റെ രീതി ചിന്തിച്ചതിൻ്റെ കാര്യം എന്ന് വെച്ചാൽ നല്ല പ്രസരിപ്പുള്ള കാലഘട്ടത്തിൽ കൂടെ നിന്ന് കടക്കലും ഫോട്ടോഗ്രാഫിലും മാത്രമല്ല, അല്ലാത്തപ്പോഴും നമ്മൾ എവിടെയും കൊണ്ട് അവസാനിപ്പിക്കണ്ടേ. ഞാനത് കൂടെ നിൽക്കുമെന്ന് ഞാൻ വിചാരിച്ചിട്ട് ഞാൻ ചെയ്തിട്ടുണ്ട്. പണ്ടൊക്കെ നമ്മൾ വ്യാപകമായി പറയടി കണ്ടിരുന്നു. പറയടിക്കാൻ ആനക്കുട്ടികൾ. അപ്പം നമ്മുടെ നാട്ടിൽ പറയടിക്കാൻ ആനക്കുട്ടികളെ ഇല്ല, ചെറിയ ആനകളെല്ലാം ഇല്ല. എന്തുകൊണ്ടാ വെച്ചാൽ അതങ്ങനെ സിസ്റ്റായിരുന്നു. വലിയ ആനകൾ ഇങ്ങനെ വരുന്നു, ഒരാൾ പ്രായമാകുമ്പോൾ മരണപ്പെടുന്നു, എല്ലാം അങ്ങനെ സംഭവിക്കുമല്ലോ. ഇപ്പം എല്ലാം ആനകൾ മരിക്കുമ്പോൾ പീഡനാന്ന് പറഞ്ഞ് വ്യാഖ്യാനിക്കരുത്. ജീവുള്ള സാധന, ഇതിന് ആയുസിന്റെ നിശ്ചിത പരിധി കഴിഞ്ഞാൽ മരണപ്പെടും. പ്രായം ഉണ്ടല്ലോ, ഭൂരിഭാഗം ആനകൾ 55, 60, 70 വയസ്സുകാർ ആനകൾ ഇഷ്ടംപോലെ ആനകൾ നമ്മുടെ നാട്ടിലുണ്ട്. അപ്പോൾ അത് കഴിയുമ്പോൾ പുതിയൊരു ആനകൾ വരുന്നു, കുട്ടി ആനകൾ ഉണ്ടാവുന്നു, പറയടിക്കുന്നു, കുട്ടിയാനകൾ പിന്നെ വലുതാവുന്നു. ഗുരുവായൂർ അമ്പലത്തിൽ പോലും ശിവയിലെടുക്കാൻ ശരിക്കും നേരം വേണം കൃത്യമായിട്ട് ആനകളില്ല. അപ്പോൾ ആനകൾ വന്നാൽ തന്നെ നിലനിൽക്കുള്ളൂ. നമ്മൾ എടുക്കേണ്ട കരുതലെന്ന് പറഞ്ഞാൽ അനാവശ്യമായ മത്സരങ്ങളും പ്രശ്നങ്ങളും ഒഴിവാക്കി, പിന്നെ മാത്രമല്ല ഈ 2 നേരമുള്ള പൂരങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒഴിവാക്കാവുന്നൊക്കെയാണ്. കുറേ സമയത്തെല്ലാം ഒരു ചെറിയ ഭേദഗതി വരുത്തി കഴിഞ്ഞാലേ എന്താ വെച്ചാൽ പണ്ട് ആനകൾ സുഭിക്ഷമായുള്ള കാലഘട്ടങ്ങളിൽ അത് എത്ര നേരം മണി നടത്താം. ഇതിപ്പോൾ ആനകൾക്ക് വർക്കിലോട് കുറച്ച് അവർക്കൊന്നും കിടന്നുറങ്ങാൻ പറ്റണ്ടേ. ഇപ്പം എന്നെ തൻ്റെ മുൻപിൽ വെച്ച് ഇപ്പോൾ കൊല്ലത്തേക്ക് വെച്ചപ്പോൾ ഞാൻ ഇല്ല എന്ന് പറഞ്ഞത് പകൽപ്പോരം കഴിഞ്ഞാൽ നമ്മുടെ ആനയ്ക്കൊന്ന് കിടന്നുറങ്ങാം. നമുക്കൊരു 4-5 ദിവസം ഉറങ്ങാതിരുന്നാൽ നമുക്കിങ്ങനെ സംസാരിക്കാൻ പറ്റും? പറ്റത്തില്ല. നമുക്കൊരാൾ ഫോൺ വിളിച്ചാൽ തന്നെ ദേഷ്യം വരും. നമ്മൾക്ക് അവർക്കും നല്ല ഉറക്കം ഒന്ന് കിടത്തി കഴുകാനൊക്കെ പറ്റി നന്നായല്ലോ. ഞാൻ ചെയ്യുന്ന പരിപാടി എന്ന് വെച്ചാൽ പരിപാടി കഴിഞ്ഞ വഴിക്ക് നേരെ നമ്മുടെ പറമ്പിലേക്ക് കൊണ്ടുവരും. നമുക്ക് നമ്മുടെ വീട്ടിൽ വന്ന് കിടന്നുറങ്ങിയാൽ കിട്ടുന്ന സുഖം വേറെയാ. പറമ്പിൽ വന്ന് കിടത്തി ഉറക്കാം, നന്നായി ഒന്ന് കഴുകാം, കഴിഞ്ഞ് പോകുമ്പോൾ ഒരു ഫ്രഷ്നെസ്സായി. അങ്ങനെ നമ്മൾ ആനക്കാർക്കും ഒക്കെ ആ ഒരു സംവിധാനം ചെയ്തിട്ടാണ് മുന്നോട്ട് പോണേ. ഇതുവരെ വലിയ പാളിച്ചകളൊന്നും ഇല്ലാണ്ട് പോയിട്ടുണ്ട്, പോകുമെന്ന് വിചാരിക്കാം. നിയമവ്യവസ്ഥകളിൽ മാറ്റം വന്നു കഴിഞ്ഞാൽ ആന എടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടോ? ആന ഇല്ലാണ്ട് എനിക്ക് അങ്ങനെ പോകുമ്പോൾ ഇവിടെ ഈ 3 തറി പണിതിട്ട് അല്ല, സ്വന്തമായിട്ട് എടുക്കുന്നുണ്ടോ? അതല്ലേ പറഞ്ഞു, സ്വന്തം ഐഡന്റിറ്റിക്ക് ഒരു ആന വേണമെന്ന് മനസ്സിറന്ന് സ്വപ്നമാണ്, ആഗ്രഹമാണെന്ന് പറഞ്ഞല്ലോ ഞാൻ. എൻ്റെ ആഗ്രഹമല്ലേ എൻ്റെ തറിയിൽ ഇനി ആന വേണമെന്ന്. എത്ര ആനയെ സംരക്ഷിച്ചാലും ഞാൻ കണ്ടതൊക്കെ എൻ്റെ ആനകളെ എൻ്റെ തന്നെയായിട്ട് തന്നെ കണ്ടിരുന്നേന്ന്. മറ്റുള്ളവരെന്ന് പറയാൻ എനിക്കത് വിഷയവുമല്ലാന്ന്. പക്ഷെ എൻ്റെ മോൻ പറയണം അതെൻ്റെ അച്ഛൻ്റെ ആനയെന്ന് പറയണം, അതെൻ്റെ മോൻ പറയണേ അത് എൻ്റെ ആനയിലെ പെട്ടുള്ളൂ. എനിക്ക് നീ സഹോദരനെ പോലെ ആയിരിക്കാന്ന്. നിന്റെ ആന എൻ്റെ ആനയെന്ന് ഞാൻ വേണമെങ്കിൽ പറയാം, എൻ്റെ മോനത് പറയാൻ പറ്റില്ലല്ലോ. അച്ഛൻ്റെ സഹോദരൻ്റെ പോലത്തെ ആനയെന്ന് പറയുന്നത് അവന് എൻ്റെ അച്ഛൻ്റെ ആനയെന്ന് എൻ്റെ മോൻ പറയും. അവന് അഭിമാനബോധം ഞാൻ വളർത്തണമെങ്കിൽ അത് എൻ്റെ ആയിരിക്കണം എന്ന് ഞാനിപ്പോൾ പഠിച്ചു എന്നാണ് ഞാൻ പറഞ്ഞു. അങ്ങനെ സാധിക്കുമ്പോൾ എന്നെ സഹായിക്കാനൊക്കെ ആൾക്കാരുണ്ട്. ഇപ്പൊ ചെറിയ ബുദ്ധിമുട്ട് വന്നാലും എന്നെ സഹായിക്കാൻ അവിടെ ആൾക്കാരുണ്ട്. എൻ്റെ ഉണ്ണിയേട്ടൻ ആദ്യം സഹായിക്കും. എൻ്റെ ഉണ്ണിയേട്ടൻ സഹായിക്കുന്ന ഞാൻ പറഞ്ഞു, അപ്പുറത്തോട്ട് ഉണ്ണിയേട്ടൻ സഹായിക്കുന്നല്ലേ പറഞ്ഞു. എനിക്ക് ആളോട് ചോദിക്കാണ്ട് ഉറപ്പില്ല ഞാൻ അങ്ങനെ പറയണമെങ്കിൽ അതെൻ്റെ ഉറപ്പ്. എനിക്ക് ഞാൻ വേറെ ആരും പേര് തന്നോട് പറഞ്ഞില്ലല്ലോ. ആരും സഹായിച്ചില്ലെങ്കിൽ എനിക്ക് പിടിച്ചു നിൽക്കാവുന്ന സാഹചര്യം എനിക്കിപ്പം ഉണ്ട്. അതാദ്യമേ പറയട്ടെ, അല്ല അങ്ങനെ വന്നാൽ എനിക്ക് ചെയ്യാം. ഞാൻ പറഞ്ഞല്ലോ, ഒരു പിടിയാന എടുക്കണമെങ്കിൽ നോക്കിക്കോളൂ പിടിയാനെ. എന്നോട് ഉണ്ണിയേട്ടൻ എപ്പോഴും പറയും, ഒരു പിടിയാനെ എടുക്കാട്ടെ നമുക്ക്, തനിക്ക് ഞാനത് താൻ വാങ്ങിച്ചോളൂ, തൻ്റെ കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ വാക്കാം ഞാനത് തരാം, താൻ പിന്നെ തന്നാൽ മതി പറയും, എപ്പോഴും പറയും. അപ്പോൾ കഴിഞ്ഞ ദിവസം ഒന്ന് പറഞ്ഞു എൻ്റെ അടുത്ത്, അപ്പോൾ പറഞ്ഞ് കിട്ടാനില്ലാത്തതുകൊണ്ടാണ്. നിയമവ്യവസ്ഥയിൽ മാറ്റം വന്നാൽ നല്ലൊരു പിടിയാനെ കിട്ടുകയാണെങ്കിൽ കൊമ്പൻ എൻ്റെ കയ്യിൽ എൻ്റെ പോലത്തെ ഒരു ആനപ്പുണ്ട് എൻ്റെ ആയിട്ട്. മനസ്സിലായല്ലോ, ഞാൻ പറഞ്ഞല്ലോ ജയറാമുണ്ട്. അപ്പോൾ ഒരു പിടിയാനും കൂടി വേണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഞാൻ അവൾക്കുള്ള പേര് വരെ സെലക്ട് ചെയ്തു ഞാൻ പറഞ്ഞു. അവളെ കൊണ്ടുവന്ന വെക്കാനുള്ള പാട്ട് വരെ സെലക്ട് ചെയ്തിട്ടുണ്ട്. അവൾ മാത്രമേ ഇല്ലാത്തുള്ളൂ, ഒരു പിടിയാനില്ലാത്തുള്ളൂ. എന്തിനു പിടിയാനെ ആഗ്രഹിച്ചു വെച്ചാൽ നമ്മുടെ നാട്ടിൽ നമ്മൾ പരിസരത്ത് വീടുകളും നാട്ടുകാരൊക്കെ ആയിട്ട് നല്ല ബന്ധങ്ങളുണ്ടെങ്കിൽ നമുക്കതൊക്കെ കൊണ്ടുനടക്കാൻ സുഖമാണ്. ചില ഇടങ്ങളിലൊക്കെ ആനയെ കൂടെ നിർത്തിയ പരിസരവാസികൾ കേസ് കണ്ടിട്ടുണ്ടാവും, ആകെ പ്രശ്നമായിരിക്കും. നമുക്കൊന്നും നമ്മുടെ ഒരു അടുത്തുള്ള ഒരാൾ പോലും നമുക്കൊരു എതിർപ്പ് പോലും പറയാത്ത നമ്മൾ ജനങ്ങളായിട്ടുള്ള നല്ല ബന്ധമാണ്. അപ്പോൾ അവർക്കൊക്കെ ആനകളൊക്കെ ആയിട്ട് ആനകളെ നമ്മൾ ഭക്ഷണം കൊടുത്തു അവരൊക്കെ ബന്ധം വരുമ്പോൾ അവർക്കൊരു ഇഷ്ടം ഉണ്ടാവും. പിന്നെ പിടിയാനെ സംരക്ഷിക്കണം എന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്. എനിക്കങ്ങനെ ഒരു ഭാഗ്യം ഉണ്ടാവുമെന്ന് ഇനി ഉറപ്പില്ല. എനിക്ക് എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ പ്രസ്ഥാനത്തിൻ്റെ പോക്ക് ഇങ്ങനെ ആയതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെ എനിക്കൊരു യോഗം ഉണ്ടെങ്കിൽ എന്തെങ്കിലും വരട്ടെ, അല്ലെങ്കിൽ നമുക്ക് അടുത്ത വഴി എന്തെങ്കിലും അപ്പം നോക്കാം. അപ്പോഴും ഒരുപാട് ആനക്കാരെ ചെറുപ്പത്തിലുള്ള, ഇപ്പോൾ രഞ്ജു ആയിക്കോട്ടെ, ശരത്തായിക്കോട്ടെ, ജോക്കർ ആയിക്കോട്ടെ, എല്ലാവരെയും കൂടെ നിർത്തി സംരക്ഷിച്ചു ഒരു കാലഘട്ടം ഉണ്ടായിട്ടുണ്ട്. ആ ഒരു സമയത്തെ കാര്യങ്ങൾ എങ്ങനെയായിരുന്നു? ഇവരെല്ലാവരെയും ഒരുമിച്ച് കൊണ്ടുപോകാമെന്ന് പറഞ്ഞത്
അല്ലെങ്കിൽ ഒരുമിച്ച് കൊണ്ടുപോയ സമയങ്ങളുണ്ടായിരുന്നു. അന്ന് ഒരുപാട് ആനകളും ഉണ്ടായിരുന്നു കയ്യിൽ. ഇപ്പം ആനന്ദനുണ്ടായിരുന്നു, അങ്ങനെ ഒരുപാട് നല്ല നല്ല ആനകളും ഉണ്ടായിരുന്നു. ആ ഒരു സമയത്തെ കാര്യങ്ങൾ എങ്ങനെയായിരുന്നു? അല്ല, എനിക്കത് കൊണ്ടുനടക്കാൻ ബുദ്ധിമുട്ടില്ലടോ. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ അങ്ങനത്തെ ഒരു സ്ഥാപനത്തിൽ ജോലിക്ക് നിന്നിട്ടുള്ളതുകൊണ്ട് ഞാൻ എപ്പോഴും എനിക്കുണ്ടായിട്ടുള്ള അനുഭവങ്ങളും മറ്റുള്ളവർക്ക് ഉണ്ടാവരുതെന്ന് കരുതിയിട്ടാണ് പോയിരുന്നത്. പിന്നെ അതൊരു വിഷയം. രണ്ടാമത് ഈ ആനയൊക്കെ ഞാൻ കൈകാര്യം ചെയ്യുന്നു. ഞാൻ ദൂരെ നിന്ന് മാറിക്കല്ല, അവർക്കൊരു ബുദ്ധിമുട്ട് വന്നാൽ ഞാൻ ഒരു നേരം എനിക്ക് കയറ്റി കൊണ്ടുപോകാനും പരിപാടി നടത്താനും എനിക്ക് പറ്റുമായിരുന്നു. ശരണയ്യപ്പനാനിക്ക് നിന്നിരുന്നത് കാലടി പിന്നുമാണ്. അനന്തനാനിക്ക് ജോക്കർ ജിനീഷും കായംകുളം ശരത്തും കുറച്ച് കാലം നിന്നിട്ടുള്ളൂ, വളരെ കുറച്ച് ദിവസങ്ങളെ നിന്നിട്ടുള്ളൂ. പിന്നീട് അവരൊക്കെ മാറിയതിന് ശേഷമാണ് കുറച്ചാൾ നിന്നാണ്. ജോക്കർ ജിനീഷ് നല്ലോണം കൊണ്ടുവരുന്നുണ്ട്, നന്നായി കഷ്ടപ്പെട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ കുറച്ച് കാലം ഉണ്ണിക്കുട്ടൻ എന്ന് പറയും, ഗുരുവായൂർ മരണപ്പെട്ടു, മംഗലാംകുന്ന് ഗണപതിയുടെ ചട്ടക്കാരൻ ശങ്കരനാരായണേട്ടൻ എന്ന് പറയും, ആളുടെ അനിയ ഉണ്ണിക്കുട്ടൻ കുറച്ച് കാലം നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ രഞ്ജുക്ക് വന്നത് ശ്രീഹരിയാനിക്ക, ഇപ്പം മീനാട് വിനായകൻ്റെ. ഇവരൊക്കെ പല കാലഘട്ടത്തിൽ നിന്നിട്ടുള്ള എൻ്റെ കൂടെ, പല കാലഘട്ടത്തിലായി നിന്നത്. പക്ഷേ എനിക്ക് ഇവരൊക്കെ കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ അറിയാമായിരുന്നു. രഞ്ജുക്ക് ആനപ്പണിക്കായിട്ട് വന്നത് എൻ്റെ കൂടെയാണ്. എന്നിലൂടെയാണ് ഈ പ്രസ്ഥാനം കണ്ടത്. അവൻ ബിനു എന്ന് പറഞ്ഞ ബിനുവിൻ്റെ ഫാദർ ആനക്കാരനാണ്, പൗലോസേട്ടൻ. ഈ ജോക്കർ ജിനീഷിൻ്റെ ഫാദറും ആനക്കാരനായിരുന്നു. പിന്നെ എനിക്ക് അവരൊക്കെ നമ്മളൊരാളായിട്ട് നയിച്ചു കൊണ്ടുനടക്കാൻ അറിയാമായിരുന്നു. അത് അന്നും ഇന്നും പകരം ഇപ്പോഴും 4 ആന കയ്യിലുണ്ട്. നമ്മളത് ഭംഗിയായിട്ട് കൊണ്ടുനടക്കുന്നുണ്ട്. ലോറി എല്ലാം കൃത്യമായ സംവിധാനങ്ങളും ഞാൻ എല്ലാം നീറ്റായിട്ട് പോകുന്നുണ്ട്. ഇപ്പം ഈ സ്വന്തമായിട്ട് കൈകാര്യം ചെയ്തിരുന്ന സമയത്തെങ്കിലും ഒരു അപകടം ഉണ്ടായിട്ടുണ്ടോ ആനയിൽ നിന്ന്? ഉണ്ടായിട്ടുണ്ട്. ഒന്നും പറ്റില്ല. അത് രാജേന്ദ്രൻ ആനേനെ പുറത്ത് മുഴ വന്നു പറഞ്ഞല്ലോ, ആ സമയത്ത് ഞാൻ തന്നെ കൈകാര്യം ചെയ്യണത്. അന്നല്ല, ഞാൻ തന്നെ പരിപാടിക്ക് കൊണ്ടുവന്നിരുന്നത്. അപ്പോൾ ഈ നാട്ടിലൊരു നമശിവായ മോഹൻ എന്നുകൊണ്ട് നമ്മുടെ ഒരു വേണ്ടപ്പെട്ട ഒരാളുണ്ടായിരുന്നു. ആൾക്ക് ചെറിയൊരു വയ്യായികയായിട്ട് നിൽക്കുന്ന സമയമായിരുന്നു. ആൾ ആനയുടെ മുൻപിൽ വന്ന് ഇങ്ങനെ ലഹളി ഉണ്ടാക്കി നിൽക്കുക. അപ്പോൾ നമ്മൾ ഈ ആന കിടത്തിയിട്ട് ഡ്രസ്സ് ചെയ്യാൻ നേരത്ത് ഈ കിടക്കത്തഴമ്പിൻ്റെ അവിടെ വേറെ പ്രശ്നമൊന്നും ആവാതിരിക്കും ചെറിയ ടയർ വെച്ച് കൊടുക്കും. അപ്പം ഇങ്ങേരെ അവിടെ വന്ന് പ്രശ്നം ഉണ്ടായിട്ടുള്ള ആനയായിട്ട് കിടന്ന് ലഹളി ഉണ്ടാക്കിയിട്ടുള്ള ഞാൻ അറിഞ്ഞില്ലായിരുന്നു. ഞാൻ രാജു ഡോക്ടറൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ ഇങ്ങേരെ അവിടെ വന്നപ്പോൾ ഞാൻ പറഞ്ഞു, മോങ്ങനേട്ട ആ ടയറൊന്നും എടുക്കുമോ പറഞ്ഞു. ഞാൻ ആനനെ അലസ് പിടിച്ചിട്ട് ഇങ്ങനെ തിരിഞ്ഞിങ്ങനെ നിൽക്കുക. ഞാൻ അല്പം പോലും പ്രതീക്ഷിക്കണില്ല. കയറി വന്നപ്പോഴേക്കും ആന കടന്നങ്ങോട്ട് അടിച്ചു. ഞാൻ അങ്ങനെ തന്നെ ആളുടെ മെക്കട്ടേക്ക് പോയത്. പക്ഷെ ഞാൻ നേരെ ആനയുടെ താടച്ചോട്ടിൽ വീണു. ആന കാലും വെച്ച് നിൽക്കണം. പക്ഷെ ആന എന്തോ ദൈവാനുഗ്രഹമാണ്, അനങ്ങിയില്ല. അപ്പോൾ നമ്മൾ വെറുതെ ഞാനായതുകൊണ്ടൊന്നും വേണ്ട, എന്തോ ഭാഗ്യമാണ്. ചാടി ഞാൻ എനിക്ക് വേഗം ആന ചങ്ങല ബന്ധോസാക്കി. പക്ഷെ ഞാൻ തിരിച്ചു വന്ന് ഞാൻ കോവിഡ് എന്താ ആനയെ കാണിച്ചു ആന പിന്നെ എൻ്റെ മെക്കട്ടിക്ക് വന്നു. പെട്ടെന്ന് എൻ്റെ മെക്കട്ടിക്ക് വന്നു ആന. എന്താ വെച്ചാൽ അപ്പോൾ എനിക്ക് പെട്ടെന്ന് ആ ദേഷ്യം വിട്ടു പോയിട്ടില്ലാന്ന്. 10 മിനിറ്റ് ഞാൻ പിടിച്ചിരുത്തി ചെയ്തു. അപ്പം അങ്ങനെ പറ്റിയിട്ടൊക്കെ ഉണ്ട്, അല്ലാതെ വേറെ ഒന്നും ഉണ്ടായിട്ടൊന്നുമില്ല. ഈ ആന കെട്ടാൻ പോകുന്ന സമയത്ത് എന്തെങ്കിലും? ഇല്ല. ആന അമർത്ത് ചങ്ങല ബാക്കി ബന്ധോസാക്കി കഴിഞ്ഞിട്ട് ഞാൻ അല്ലാതെ വഴക്കുണ്ടാക്കിയിട്ട് ആനകളെ കെട്ടാൻ പോയ അത് അങ്ങനെ ചെറിയ മേലൊക്കെ വല്ല പൊട്ടിലും പിടിക്കലൊക്കെ ഉണ്ടായിരുന്നു, അല്ലാണ്ട് ഒന്നും ഉണ്ടായിട്ടില്ല. എനിക്ക് ഈ മേഖലയുടെ ബന്ധപ്പെട്ട് ഒരു പരിക്കും ഉണ്ടായിട്ടുള്ള ഒരേ ഒരു പരിക്ക് എന്ന് പറയുന്നത് തിരുവേഗപ്പുറ പലപ്പനാവനാന എറണക്കെട്ടായിട്ട് നിൽക്കുമ്പോൾ ഡോക്ടർക്ക് ചികിത്സിക്കാൻ പോയിട്ട് നിൽക്കുന്ന സമയത്ത് ഞാൻ കൂറ്റനാട് ജയേട്ടൻ്റെ വീട്ടിൽ നിൽക്കുമായിരുന്നു. അപ്പം ഞാൻ അവരുടെ കൂടെ ഇത് വയ്യാന്ന് പറഞ്ഞപ്പോൾ കാണാൻ പോയതാണ്. പക്ഷേ അപ്പോൾ ആന നിന്നിരുന്നത് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ഒരു കാട് പോലെയുണ്ട്. അതായത് റോഡ് ലെവലിൽ നിന്ന് വേണമെങ്കിൽ ഒരു 30-35 അടി പൊക്കത്തിൽ അവിടെ നിന്നിരുന്ന ആന. അപ്പോൾ ആന നടക്കാൻ ബുദ്ധിമുട്ട് കണ്ടപ്പോൾ എൻ്റെ ദൈവാനുഗ്രഹത്തിന് ഞാൻ തന്നെ അതിൻ്റെ മെയ്ച്ചങ്ങല തള്ളിയിട്ടിട്ട് എനിക്കൊരു ഗ്രിപ്പ് കിട്ടാൻ താഴേക്ക് ഇറങ്ങുമ്പോൾ താഴേക്ക് സ്ലോപ്പാണേ, ഗ്രിപ്പ് കിട്ടാൻ വേണ്ടി കുളത്തിട്ടു. അത് എന്നെ കൊണ്ട് ഭഗവാൻ ചെയ്യിച്ചാന്നാണ് ഞാൻ പറയുന്നത്. മെയ്ച്ചങ്ങല ഇട്ടിട്ട് ഞാനത് ഏറുകണ്ണി വരെ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ആന താഴേക്ക് ഇറങ്ങി വരുമ്പോൾ ഞാൻ റോട്ടിൽ വന്ന് നിന്നിട്ട് ഞാൻ ഫോൺ ചെയ്യായിരുന്നു. ഞാൻ ആന അടുത്തില്ല. ആന അവിടുന്ന് വരുമ്പോഴേക്കും ആന അറ്റാക്ക് വന്നു. എനിക്ക് ആന അത്രയും അരണ്ടക്കെട്ട് രൂക്ഷതയിൽ നിൽക്കുകയായിരുന്നു. ആന റോട്ടിൽ നിന്നിട്ട് അങ്ങനെ തന്നെ മുകളിൽ നിന്ന് താഴേക്ക് വീണ് താഴേക്ക് വന്ന് നേരെ എൻ്റെ മേൽ വന്ന് വീഴേണ്ടതായിരുന്നു. മേല് വീണില്ല, ഞാനങ്ങനെ വീണു. അവിടുന്ന് എന്തോ മരക്കൊമ്പ് എന്തോ ഒടിഞ്ഞു വന്നിട്ടാണ് മരക്കൊമ്പ് ഇങ്ങനെ മനസ്സിലായില്ല പറഞ്ഞത്. തീർച്ചയായും ഞാൻ അങ്ങനെ നല്ലൊരു ദൂരം തെറിച്ച് വീണ്. എനിക്കിത് ഈ ഭാഗം, ഈ വലത് കൈൻ്റെ ഈ ഭാഗത്ത് മൊത്തം മസിൽസ് വേസ്റ്റേജ് ആയി, ലൂസായി. കൈയൊക്കെ പോയി എന്നാണ് ഞാൻ ധരിച്ചത്. അങ്ങനെ ഒരു 1.5 മാസം ഒരു ഫിസിയോതെറാപ്പി സംഭവമൊക്കെ ചെയ്തിട്ട് നിന്നത്. അല്ലാണ്ട് നേരിട്ട് ആനകളിൽ നിന്നൊരു ആക്രമണമൊന്നും വരെ ഉണ്ടായിട്ടില്ല. ചെറിയ ഓടിക്കൽ പട്ടടിക്കലൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ നമ്മൾ അന്നത്തെ പോട്ടാപ്പോട്ടി എന്ന് പറയുന്നുണ്ടാവുന്നല്ലാണ്ട് വേറൊരു ആക്രമണമൊന്നും ഉണ്ടായിട്ടില്ല, ഒന്നും ഉണ്ടായിട്ടില്ല. ഈ പത്മനാഭൻ വീഴുന്ന സമയത്ത് മെയ്ച്ചങ്ങല ഓൾറെഡി ചേട്ടൻ തള്ളിയിട്ടേക്കുമായിരുന്നു. അത് എന്തിനു ചെയ്തു വെച്ച് കഴിഞ്ഞാൽ രാജീവ് ഡോക്ടർ വന്നിട്ടായിരുന്നു. അപ്പോൾ ആൾക്ക് ഇഞ്ചക്ഷൻ ചെയ്യാൻ പറ്റണില്ല. അപ്പോൾ ഞാൻ രാജീവ് ഡോക്ടറോട് പറഞ്ഞു, ചേട്ടാ അത് ആന വളരെ മോശപ്പെട്ടൊരു അന്തരീക്ഷമാണ്, എനിക്കിത് തോന്നണം, ആന റിക്കവർ ചെയ്യുന്നു തോന്നുന്നു, രക്ഷപ്പെടാൻ സാധ്യയില്ല എന്ന് ഞാൻ പറഞ്ഞു. ആൾ ജീവിച്ചിട്ട് പിള്ളേർക്ക് കൂടി ചോദിക്കാം, ഉറപ്പാ ചേട്ടാന്ന് പറഞ്ഞു. ഞാൻ അങ്ങനെ പറഞ്ഞു. അപ്പോൾ ശ്രീരാഗ് എന്ന് പറഞ്ഞൊരു പയ്യുണ്ട്, ഇപ്പോൾ വള്ളംകുളം നാരായണൻകുട്ടിക്ക് നിൽക്കുന്നവൻ. അവനെ ഞങ്ങൾ ചെക്കിൽ കള്ളം എന്നാണ് വിളിക്കുക അവനെ. അപ്പോൾ അവൻ പറഞ്ഞു, സാറേ ഞാൻ വേണമെങ്കിൽ പുറത്ത് കയറിയിരിക്കാം, എന്നിട്ട് വേണമെങ്കിൽ മരുന്ന് ചെയ്യാന്ന്. അപ്പോൾ അവൻ അത്രയും അവർക്ക് ഈ ആനെ
രക്ഷിക്കാൻ പറ്റുമോ നോക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. ആനക്കാരൻ കുറ്റിചന്ദ്രേട്ടൻ എന്ന് പറഞ്ഞ ആളായിരുന്നു. അപ്പോൾ ആനയ്ക്ക് ഇങ്ങനെ മെല്ലെ മെല്ലെ ഇറങ്ങണമെന്ന് മനസ്സിലായി. അപ്പോൾ ആനയ്ക്കൊരു ഗ്രിപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഈ മേയ്ച്ചങ്ങല തള്ളിയപ്പോൾ ഞാനത് നല്ല മരത്തുമ്മ കെട്ടിയിട്ട് അതിൽ ഏറുകണി ഇട്ട് വെച്ചു. ഇല്ലായിരുന്നെങ്കിൽ ഏറുകണി ആനയ്ക്ക് ആ ചങ്ങല ദൂരത്തിനേക്കാൾ ലൂസ് വന്ന് ആന ചിലപ്പോൾ നേരെ എൻ്റെ മേലിൽ വന്ന് പതിക്കുമായിരിക്കാം മോളിൽ നിന്ന്. അപ്പോൾ അത് എന്നെ കൊണ്ട് ഭഗവാൻ ചെയ്യിച്ചാന്ന് ഞാൻ പറയണം. ഞാൻ ആനയുടെ ഒരു ബന്ധമില്ലാന്ന്. ആന മുകളിൽ നിൽക്കുന്നു, ഞാൻ നടന്ന് താഴെ വന്ന് ഫോൺ ചെയ്ത് നിൽക്കുന്നു. ആന അത് ആ വീടിൻ്റെ പൊക്കത്തിൽ നിന്ന് നേരെ താഴേക്ക് വന്നു ആന വീണിട്ട്. ആന അങ്ങനെ വന്ന് അവിടെ തന്നെ കിടന്നു. ആന മരണപ്പെട്ടിട്ട് വീണതാണ്. അല്ലാണ്ട് ഇപ്പം അതിനാരും തല്ലിട്ട് കുത്തിയൊന്നുമില്ല. അതിന് ഇരണ്ടക്കെട്ട് അത്രയും അതീവ രൂക്ഷതയിലായിട്ട് ആന മുക്കിൽ വെക്കിയിട്ട് ആന ജീവൻ പോയാൽ നിന്നിരുന്നത്. അങ്ങനെ വന്ന് വീണിട്ട് എനിക്കങ്ങനെ ഞാൻ തെറിച്ച് വീണു. അപ്പോഴേക്കും ഇങ്ങനെ ആൾക്കാരൊക്കെ മരിച്ചു പോകുന്നു. എനിക്കൊന്നും പറ്റിയിരുന്നില്ല. എൻ്റെ കൈക്ക് ഇവിടെ പ്രശ്നം വന്നു. പക്ഷെ അതൊരു ഭയങ്കര വിഷമമായി കുറേ നാളത്തേക്ക്. നമുക്ക് നല്ല മുണ്ടെടുക്കാനൊക്കെ ഭക്ഷണം കഴിക്കാനൊക്കെ പ്രയാസം ഉണ്ടായി. അങ്ങനെ ഫിസിയോതെറാപ്പി ചെയ്തു കുറേ നാൾ. പിന്നെ ഈ മുട്ടിക്കുളങ്ങര എണ്ണ പിടിച്ചിട്ട് അങ്ങനെ മാറി എന്നല്ലാണ്ട് പിന്നെ ആനകളാണെന്നിട്ട് പിന്നാലെ വീട്ടിലും പിടിക്കലൊക്കെ ഉണ്ടായിട്ട് കാലുളുക്കിലൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ ഇഷ്ടംപോലെ ഉണ്ടായിട്ടുണ്ട്. അല്ലാതെ ഒരു വേറെ അപകടങ്ങളൊന്നും ഇന്ന് വരെ ഭഗവാന്റെ എൻ്റെ ഇതിൽ ഉണ്ടായിട്ടില്ല. നന്നായി ശ്രദ്ധിക്കാറുണ്ട്. ഞാനിപ്പോൾ ഏതാന അടഞ്ഞാലൊക്കെ മുകളിലേക്ക് പുറത്ത് കയറലൊക്കെ ചെയ്യാറില്ല. ഞാൻ അതൊന്നും അങ്ങനെ ഉണ്ടായിട്ടില്ല. ഈ കെട്ടിയതിൽ ഏറ്റവും ബുദ്ധിമുട്ടായിട്ട് നമുക്ക് അനുഭവപ്പെട്ടൊരു ഈ വയലാശ്ശേരിയിൽ ഒരു അനന്തനാനി ഉണ്ടായിരുന്നു. അതിങ്ങനെ ഈ പെരുമ്പിലാവിലൊരു കാടിൻ്റെ ഉള്ളിൽ കയറി ഓടിപ്പോയിട്ട് നല്ല ബുദ്ധിമുട്ടായിട്ട് ഒരുപാട് നേരം കഷ്ടപ്പെട്ടിട്ടൊക്കെയാണ് പിടിച്ചെടുത്ത് കിട്ടാനൊക്കെ പോയി സഹായി ടീമായിട്ട് പോയതാണ്. അങ്ങനെ ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട്. അതേമാതിരി കാരാമയിൽ സുധീർ എന്ന് പറഞ്ഞാണ്ടായിരുന്നു. അത് പിന്നീട് ഈ എറണാകുളം ഭാഗത്ത് മാർട്ടിൻ ചണ്ടയിലുണ്ടായിരുന്നു. ആന വയനാട് പെണങ്ങോട് പോയിട്ട് ഇതേമാതിരി ഞാൻ ആനന്ദൻ്റെ കൂടെ പോയത്. ഒരുപാട് പരിശ്രമിച്ചിട്ടാണ് കെട്ടിയത്. പിന്നെ ആന ഞങ്ങൾ തന്നെ ആന അഴിച്ച് അവിടുന്ന് ചക്കുമരശ്ശേരി കൊടുന്ന് കെട്ടിക്കൊടുത്തു. അങ്ങനെ ഒരുപാട് കേസുകൾ ഉണ്ടായിട്ടുണ്ട്. ഒരുപാട് സമയമെടുത്തിട്ടുണ്ട്. ഞങ്ങളുടെ അയ്യപ്പനാന അതേമാതിരി മരിച്ച ബിനു നമ്മുടെ കൂട്ടുകാരനായിരുന്നു. മരിച്ചിട്ട് കൊണ്ടുവരാൻ പോകുമ്പോൾ ഞാനും ബിനു ഷിബോട്ടനാണ് ആനെ കൊണ്ടുവരുന്നത്. ഞങ്ങൾ പോയിട്ടാണ് ആനെ പുലർച്ചെ ആനെ കൊടുക്കിട്ട് കെട്ടൊക്കെ ചെയ്തത്. അങ്ങനെ ഒരുപാട് കേസുണ്ടായിരുന്നു. അതിപ്പോൾ ഇങ്ങനെ പറഞ്ഞാൽ തീരില്ല. അത്രമാത്രം എന്ത് ചോദ്യം ചോദിക്കണം. അത്രയും വലിയ സുഹൃത്തല്ലായിരുന്നു. എന്ത് പരിചയം ചോദിക്കണം. അവൻ മകളുണ്ടായിട്ട് ക്ഷണിക്കാൻ വേണ്ടി ഇങ്ങോട്ട് വരികയായിരുന്നു. ഞാൻ എന്നോടും റിജിലിനോടും ഷിബുവിനോടും. അന്നാണ് പറ്റിയ അബദ്ധമാണത്. അയ്യപ്പനാന വെച്ചാൽ മതപ്പാട് താടമുട്ടി ഒലിക്കുകയായിരുന്നു. അമിത ആത്മവിശ്വാസം കൊണ്ടുണ്ടായത്. ഷിബുവേട്ടൻ താടമുട്ടി ഒലിക്കുമ്പോൾ ആന അയച്ചുകൊണ്ട് പെട്ടെന്ന് കൊണ്ടുവരാറുണ്ട്. ഷിബു അഴിക്കാന്ന് ഷിബു ഇരുത്തിയിട്ട് മുകളിൽ ഇരുത്തിട്ട് പെട്ടെന്ന് കൊണ്ടുവരും. ഒലിവിലും ചട്ടക്കാരും പെരുമാറാൻ പറ്റുന്ന ബിനുവിന് അതൊരു അശ്രദ്ധ സംഭവിച്ചതാണ്. ബിനുവിൻ്റെ അശ്രദ്ധ കൊണ്ട് മാത്രം സംഭവിച്ചത്. ഈ പാപ്പാമാർക്കുള്ള സുന്ദരനായ ആനക്കാരൻ നല്ല സുന്ദരനായിരുന്നു. മാത്രമല്ല ജീവിച്ചിരുന്നെങ്കിൽ ഇപ്പോൾ ഒരു 1-2 ആനയുടെ മുതലാളിയായി തന്നെ. വെറുതെ പറഞ്ഞല്ല, അത്രയും വ്യക്തമായ കാൽക്കുലേഷനിലാണ് മുന്നോട്ട് പോയിരുന്നു. എനിക്കറിയാം. അന്നത്തെ കാലത്ത് തന്നെ അവിടെ ആനയെ വാങ്ങിയ കെട്ടാൻ വേണ്ടി അവിടെ പറമ്പ് മേടിച്ചിട്ടുണ്ടായിരുന്നു. ചെറിയ പൈസക്ക്. അയാളും കടവിലൊരു സന്തോഷം കൂടി ഷെയറായിട്ടും മേടിച്ചിട്ടുണ്ടായിരുന്നു. അവർ തമ്മിൽ ചെറിയൊരു റിലേഷനും ഉണ്ടായിരുന്നു. ആശാന ശിഷ്യനൊക്കെ ആയിരുന്നു. പാടാനപ്പള്ളി സുനിക്ക് അയാളുടെ കൂടെ തന്നെ നിന്നിരുന്നു. സുനി ബിനു എന്ന് പറഞ്ഞാൽ തരികടായിട്ട് ആനകളെ കയറാൻ കഴിവുള്ളവർ. അന്നത്തെ കാലത്ത് അത്രയും ചെറിയ പ്രായത്തിൽ കയറിയിട്ടുള്ള ആനകളെ ഏതാണെന്ന് ഞാൻ കൃത്യം പറഞ്ഞു തരാം. ആദ്യമായിട്ട് ആനപ്പണിക്ക് വരുന്നത് മനുശ്ശേരി ഹരിയേട്ടൻ്റെ വീട്ടിലാണ്. പാറശ്ശേരി ചെറിയ ജാമ്യേട്ടൻ്റെ ഒക്കെ ശിഷ്യനാണ്. അങ്ങനെ നിന്നിട്ടുണ്ട്. ആ വിട്ടത്തൂർ ശിവപ്രസാദ് ആനയ്ക്ക് അടച്ചട്ടം നിന്നിട്ടുണ്ട്. കിള്ളിമംഗലം രാധേട്ടൻ്റെ കൂടെ. ഒല്ലൂക്കര കൃഷ്ണദാസിന് നിന്നിട്ടുണ്ട്. ചുമതലയായിട്ട് വരുന്നവരൊക്കെ വരുന്നത് ഈ പാർണു നന്ദൻ മനുശ്ശേരിയിലുള്ള കാലത്താണ്. മനുശ്ശേരി ഭരതൻ എന്നാണ് അതിൻ്റെ പേരായിരുന്നു, നന്ദൻ്റെ പേര്. പിന്നെ തിരുപ്പതി രാജ എന്ന് പറഞ്ഞ ആനയൊക്കെ തരികട പിടിച്ച ആളെ നന്നായി കൊണ്ടുവരുന്നുണ്ട്. പാർന്നൂർ ഗോപനൊക്കെ പിടിച്ചവനെ ഭയങ്കര സുന്ദരനാണ്. നല്ല ഭംഗി, നല്ല തൊഴിൽ വൈഭവമുള്ളവനാ. തിരുപ്പതി രാജ, പാർന്നൂർ ഗോപൻ, കണ്ടംപുള്ളി ബാലനാരായണൻ ലോറിയിൽ കയറ്റിയത് അയാളാണ്. എഴുത്തച്ഛൻ ശ്രീനിവാസൻ, നടുവത്തുമന വിനയൻ, ശങ്കരൻകുളങ്ങര അയ്യപ്പൻ, ഒരു പിടി ആനകളെ കൊണ്ടുവന്നിട്ടുണ്ട്. നല്ല ആനകൾ കയറിയതാണ്. നല്ല ഐഡിയ ഉള്ളവനായിരുന്നു. ഭാഗ്യമില്ലാണ്ട് പോയി എന്ന് വേണമെങ്കിൽ പറയാം. നമുക്ക് 2 മക്കളാണ്, ഒരു മകനും മകളാണ്. അയാളുടെ ഭാര്യ ബിന്ദു. നമുക്ക് വളരെ അടുപ്പുണ്ടായിരുന്നു. പിന്നെ അപ്പം ഞാൻ അങ്ങനെ അവരുടെ കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിട്ടില്ല. ഞാൻ അന്വേഷിക്കാറുണ്ട് പലപ്പോഴും. ഞാനങ്ങനെ മരണപ്പെട്ടതിൽ ഇപ്പോഴും നാരായണേട്ടൻ്റെ വീടായിട്ട് ഞാൻ നല്ല കണക്ഷൻ ഉണ്ട്. കെട്ടി നാരായണേട്ടൻ ആളുടെ മകനൊക്കെ അങ്ങനെ പലപ്പോഴും മെസ്സേജ് അയക്കുമ്പോൾ അങ്ങനെ ഒരു ബന്ധം ഞാൻ സൂക്ഷിക്കാറുണ്ട്. ഈ ആനകളിലേക്ക് ഒന്നുകൂടെ തിരിഞ്ഞിറങ്ങി വരുമ്പോൾ ഇപ്പോൾ ഈ തിരുവമ്പാടിയിലെ ആനകളുടെ കാര്യം പറഞ്ഞു. എഴുത്തച്ഛൻ ശ്രീനിവാസനെ കുറിച്ച് എഴുത്തച്ഛൻ ശ്രീനിവാസൻ ബീഹാർ ആനയെന്ന് ഒരിക്കലും പറയാൻ പറ്റാത്ത മാത്രം ആനയില്ലായിരുന്നു. ഒരു ലോകമല്ലായിരുന്നു. ചെറിയ ഇടവഴിയിലൂടെ പോകുമ്പോൾ ആന പോലെ ഒരു വണ്ടിക്ക് പോകാൻ പറ്റില്ല. അത്രയും രാമേന്ദ്രേട്ടനൊക്കെ കൊണ്ടുവരുന്ന കാലഘട്ടത്തിൽ അപാര ഭംഗിയായിരുന്നു. രാമേന്ദ്രേട്ടൻ കയറുന്ന കാലഘട്ടം എനിക്കിഷ്ടം. അതിന് മുന്നത്തെ ആൾക്കാർ കൊണ്ടിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. ഗുരുവായൂർ ബൈജേട്ടൻ നിൽക്കണ ഞാൻ കണ്ടിട്ടുണ്ട്. പാമോയിൽ രാജേട്ടൻ നിൽക്കണ ഞാൻ കണ്ടിട്ടുണ്ട്. കടുവയുടെ ചുമതലയിൽ നിൽക്കണ ഞാൻ കണ്ടിട്ടുണ്ട്. അതൊക്കെ എനിക്ക് നല്ല ഓർമ്മയിൽ കണ്ടിട്ടുണ്ട്. പക്ഷേ എനിക്കിഷ്ടം രാമേന്ദ്രേട്ടൻ നിൽക്കണമായിരുന്നു.
അതിൻ്റെ അപാരമായി കഴുകി തലേന്ന് പൊക്കി പിടിക്കാൻ പറ്റില്ല എനിക്ക്, അത്രയും വെയിറ്റ് അല്ലേ. രാമചേട്ടൻ അങ്ങനെ നിലവൊക്കെ നിർത്തി കഴിഞ്ഞാൽ കാണാൻ നല്ല രസമായിരുന്നു. ഒരു ചുരുളിൽ കൈ നിലത്ത് കിടക്കും. ചെവി, ശ്രീനിവാസന്റെ ചെവി കണ്ടിട്ടില്ലേ, ഭയങ്കര വലിയ ചെവിയാണ്. നേരിട്ട് കാണാൻ പറ്റിയിട്ടില്ല. ശ്രീനിവാസൻ എന്ന് പറഞ്ഞ ഒരു ഞാൻ ഒരുപാട് പറഞ്ഞു വന്നപ്പോൾ കഥയിലേക്ക് വരാം. ആ ആനോടുള്ള ഇഷ്ടം കൊണ്ട് ഞാൻ ജയേട്ടനായിട്ട് വളരെ വലിയ ബന്ധമാണ്. എഴുത്തച്ഛൻ ജയേട്ടനായിട്ടും ചെറുക്കിലെ മദനായിട്ടും വളരെയേറെ ബന്ധമുണ്ട്. എന്നെ ജയേട്ടൻ ആദ്യമായി കാണുന്നത് നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ഒരു ഇന്റർവ്യൂ കൊണ്ട് ചോദിക്കാം. തിരുവമ്പാടി കുട്ടിശങ്കരൻ വടക്കേ സ്റ്റാൻഡിൽ, തൃശ്ശൂർ വടക്കേ ബസ് സ്റ്റാൻഡിൽ ഷിബുവിനെ അപകടം പറ്റിയെന്ന് ചെയ്തു പറഞ്ഞില്ലേ, അവിടെ ഞാൻ ഈ ആനയെ കെട്ടുമ്പോഴാണ് ജയേട്ടൻ എന്നെ ആദ്യമായിട്ട് കാണുന്നത്. എന്തുകൊണ്ടാണ് കണ്ട ചാളന്ന് ഈ അശോകേശ്വര അമ്പലത്തിന്റെ പ്രസിഡന്റായിരുന്നു, ക്ഷേമസമിതി പ്രസിഡന്റായിരുന്നു, ക്ഷേത്രക്ഷേമ സമിതിയുടെ. എന്നെ ആദ്യമായിട്ട് അദ്ദേഹം കാണുന്നത് അങ്ങനെയാണ്. ഞാൻ ആ ഇഷ്ടത്തിന് ആനയെ 2 മാസം കൂടെ നിർത്തി ഞാൻ നോക്കാന്ന് പറഞ്ഞിട്ട്. ചിലവാൾ നമുക്ക് വേറെ മാർഗ്ഗമില്ലല്ലോ, വല്ലവരെ ആനയിലും അങ്ങനെ പറഞ്ഞിട്ട് ആൾ ആന തന്നു കിട്ടും. അങ്ങനെ ആനയുടെ ഗോപിമേനോ എന്ന് പറഞ്ഞ ആൾ വീട്ടിൽ നിർത്തി ഞാനാണ് എല്ലാം നോക്കും. ഞാൻ ഞങ്ങളുടെ പോകുമ്പോൾ പുറത്ത് കയറി നടക്കും. ആനയോടുള്ള ഭയങ്കര ഇഷ്ടം കൊണ്ടേ ഭയങ്കര ആനയില്ലായിരുന്നു എൻ്റെ അമ്മേ. ആന എനിക്ക് അങ്ങനെ കൂടി പ്രത്യേകത കൂടി ഞാൻ പറയാൻ ചോദിക്കാത്തൊരു ചോദ്യമാണ്. ഞാൻ ഈ ആനകളൊക്കെ മരണപ്പെട്ടിട്ട് വാളയാർ അല്ലെങ്കിൽ കോടനാടൊക്കെ കൊണ്ടുപോയിട്ടുള്ളതൊക്കെ ഞാൻ തന്നെയാണ്, എൻ്റെ നേതൃത്വം തന്നെയാണ്. ഞാൻ മരണപ്പെട്ടാലും അതെല്ലാം പൂർത്തിയാക്കിയിട്ട് ഞാൻ പോരാറുള്ളൂ എന്ന് പറയാം. നമുക്ക് വളരെയേറെ അടുപ്പുള്ള ആൾക്കാർ ഉള്ള ആനയൊക്കെ ആണെങ്കിൽ ഞാൻ തന്നെയാണ് എല്ലാം ചെയ്തു പോരാ. പോസ്റ്റ്മോർട്ടത്തിന് എപ്പോഴെങ്കിലും കൂടുതൽ കിട്ടുക? അതല്ലേ ഞാൻ പറഞ്ഞ ചില സമയത്ത് നമുക്ക് ഇത്രയും പ്രിയപ്പെട്ട ആനകളെ നോക്കും. ഞാൻ യാഥാർത്ഥ്യം ഉൾക്കൊള്ളുന്ന കൂട്ടത്തിലാണ് ഞാൻ നിൽക്കാറുണ്ട്. ഞാൻ നിന്നുണ്ട്. ശ്രീനിവാസൻ, കടമ്പാട്ട് ഗണപതി, അടിയാട്ട അയ്യപ്പനൊക്കെ ഞാൻ കൊണ്ടുപോയിട്ടുള്ളത്. കൊണാർക്ക് ബിനോയേട്ടൻ്റെ ഗണപതി, എത്ര ആനകൾ, ഒരുപാട് ആനകൾ. ഇത് എങ്ങനെയാണ് അതിൻ്റെ ഒരു ഇത് വരുന്നത്? ഇപ്പോൾ ഈ ഒരു പോസ്റ്റ്മോർട്ടത്തിൻ്റെ രീതികൾ എന്ത് രീതി നമ്മൾ വെറുതെ പറയാമെന്ന് മാത്രം. ലോറിയിൽ കൊണ്ടുപോകണം, ആനയുടെ പുറകിലെ കാലിൽ കയറ് കിട്ടുന്ന ഒരു മരത്തിൽ കിട്ടുന്ന ലോറി അങ്ങോട്ട് എടുക്കുന്നു, ആന താഴേക്ക് വിടുന്നു. ഇപ്പോൾ കാലം ക്രെയിനിൽ പൊക്കി തുടങ്ങി. എന്നിട്ട് അവിടെ ഒരു നിശ്ചിത ഒരു ഏരിയ ഉണ്ട് പോസ്റ്റ്മോർട്ടം ചെയ്യാനും ദഹിപ്പിക്കാനൊക്കെ. അവിടെ നിർത്തി അവിടെ വെച്ച് മെഷീനുകൾ ഉപയോഗിച്ച് വെട്ടിപ്പൊളിക്കുന്നു. ഇപ്പോൾ മരണകാരണം കണ്ടുപിടിക്കാനുള്ള സംഗതികളെല്ലാം എടുത്ത് മണ്ണുത്തി യൂണിവേഴ്സിറ്റി കൂടെ എടുത്ത് മാറ്റുന്നു. അവിടെ ബാക്കിയൊക്കെ പണിക്കാർ, ചേട്ടന്മാർ, സജി എന്നൊക്കെ പറഞ്ഞ ഒരാളാണ് കോടനാട്. എനിക്ക് ആളെയൊക്കെ അറിയാം. വാളയാറച്ച കുറച്ച് ആദിവാസി വിഭാഗത്തിൽപ്പെട്ട കുറച്ച് സുഹൃത്തുക്കളാണ് ചെയ്യാറുള്ളത്. ചെയ്ത് വൃത്തിയാക്കിയിട്ട് പോരും. 2-3 ദിവസമൊക്കെ കത്തി കഴിഞ്ഞ് കഴിയുമ്പോൾ ചാരം തിന്നാൻ വേണ്ടി കുറേ കാട്ടാനകൾ വരും. അവിടെ കാട്ടാന വരും. സ്നേഹമൊക്കെ നടക്കുമ്പോഴുണ്ടാവുള്ളൂ. മരിച്ചു കഴിഞ്ഞാൽ സ്നേഹം ഉണ്ടാവില്ല എന്നല്ല, നമുക്ക് അങ്ങനെ ഭയങ്കര ഒരു ഈസി ആയിട്ട് എടുത്ത് വെക്കാനും ഇത് ചെയ്യാനൊന്നും പറ്റുന്ന ശരീരമല്ലല്ലോ. ഇത് പീസായിട്ടാണോ കത്തിക്കുന്നത്? ആദ്യം ഇവിടെ നിന്നൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ ഇവിടുന്ന് പോസ്റ്റ്മോർട്ടം ചെയ്ത് പീസായിട്ട് ലോറിയിൽ കയറ്റി കൊണ്ടുപോയി ചെയ്യാം. ഞാൻ അങ്ങനെ കൊണ്ടുപോയാണ് KKR പൽപ്പനാവ് എന്ന് പറഞ്ഞാൽ നല്ല ആനയായിരുന്നു. അവരെ വീടായിട്ട് ഞാൻ വളരെയേറെ ബന്ധമുണ്ട്, ഇപ്പോഴും നല്ല ബന്ധമാണ്. അവർ വീട്ടിൽ കിടന്ന് മരണപ്പെട്ട് വീട്ടിൽ വെച്ച് തന്നെ പീസാക്കിയിട്ടാണ് മറ്റേ ലോറിയിൽ കയറ്റി കൊണ്ടുപോയി. ഞാൻ തന്നെയാണ് നിനക്ക് നേതൃത്വം. ഞാൻ ചിന്തിച്ചതിൻ്റെ കാര്യം എന്താ വെച്ചാൽ, നല്ല പ്രസരിപ്പുള്ള കാലഘട്ടത്തിൽ കൂടെ നിന്ന് കടക്കലും ഫോട്ടോഗ്രാഫിലും മാത്രമല്ല, അല്ലാത്തപ്പോഴും നമ്മൾ എവിടെയും കൊണ്ട് അവസാനിപ്പിക്കണ്ടേ. അപ്പം ഞാനത് കൂടെ നിൽക്കുമെന്ന് ഞാൻ വിചാരിച്ചിട്ട് ഞാൻ ചെയ്തിട്ടുണ്ട്. അത് എങ്ങനെ പറ്റുക? ഓപ്പൺ ലോറിയിൽ ഇത്രയും പീസായിട്ട് എങ്ങനെ? അതൊക്കെ പണിക്കാരിൽ നിന്ന് കയറ്റണം. ക്രെയിനിലൊക്കെ വെച്ചിട്ട് അല്ലെങ്കിൽ JCB വെച്ച് പൊക്കി ഓരോ പീസായിട്ട് അതിൻ്റെ ഉള്ളിൽ കയറ്റിയിട്ട് ടിപ്പറാണ് കൊണ്ട് തട്ടും. ഇപ്പം അങ്ങനെയല്ല ചെയ്യണം. ഇപ്പം പോസ്റ്റ്മോർട്ടം സ്പോട്ടിൽ തന്നെ ചെയ്യുന്നത്. ലോറിയിൽ കൊണ്ട് ആനയുടെ ബോഡി അങ്ങനെ തന്നെ എടുത്ത് പൊക്കി അവിടെ വെച്ച് പിന്നെ അങ്ങനെ ചെയ്യുന്നത്. ദുഷ്കരമായ രീതിയിലായിരുന്നു ആദ്യ സമയത്തൊക്കെ. ഒരു വഴിയില്ല, അത്രയും വലിയ ശരീരമല്ലേ, നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും? പണ്ട് ഇത് ചെയ്തിരുന്ന ആളെ തന്നെ മാടക്കത്ര ബേബി എന്ന് പറഞ്ഞ ആളും അദ്ദേഹത്തിൻ്റെ മക്കളായിരുന്നു. എനിക്കറിയാം. ഞാനൊക്കെ ചെറിയ പയ്യനെ പത്രത്തിലൊക്കെ നമ്മൾ അന്ന് വാർത്ത വരുമ്പോൾ നമ്മൾ എടുത്തു വയ്ക്കും. ആന ചെരിഞ്ഞു പോസ്റ്റ്മോർട്ടത്തിനായി സംസ്കരിക്കുന്നതിന് സഹായിക്കാൻ മാടക്കത്ര ബേബിയും മക്കളും വന്നുകൊണ്ട് പത്രത്തിലൊക്കെ വന്ന വാർത്തകൾ എനിക്ക് ഇന്നും ഓർമ്മയുണ്ട്. അദ്ദേഹം മരിച്ചു എന്ന് തോന്നുന്നു. ഇപ്പോൾ അദ്ദേഹത്തിന് മക്കളുണ്ടായിരിക്കാം. ഇപ്പം അത്ര ആവശ്യമില്ല. സാങ്കേതികമായി നമ്മൾ ഉപയോഗിക്കുന്ന കാരണം ക്രെയിനിൽ വെച്ച് പൊക്കി അവിടെ സ്പോട്ടിൽ വെച്ച് അങ്ങനെയൊക്കെ ചെയ്യാം. പിന്നെ മെഷീനറികളൊക്കെ കുറേശ്ശെ ഉപയോഗിച്ച് തുടങ്ങി കട്ട് ചെയ്യാനൊക്കെ. പിന്നീട് വരുന്നതിൻ്റെ നിയമപരമായിട്ടുള്ള ഈ പോസ്റ്റ്മോർട്ടം കഴിഞ്ഞിട്ടുള്ള നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ എങ്ങനെയാണ്? അതിൻ്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്, അതിൻ്റെ റിപ്പോർട്ടൊക്കെ സാധാരണ നമ്മൾ മനുഷ്യരുടെ ഇടത്തായ എന്താണോ അതുപോലെ തന്നെയാണ്. അല്ലാതെ പിന്നെ ഫോറസ്റ്റിൻ്റെ ബാക്കിയുള്ള പേപ്പർ വർക്കുകൾ, ഫോറസ്റ്റ് ഡോക്ടേഴ്സും പിന്നെ അനുബന്ധമായ കുറച്ച് ഡോക്ടർമാരെ പാനൽ തന്നെ ഉണ്ടാവും. അവർ ആ സംഗതികൾ ചെക്ക് ചെയ്യാൻ കൊടുത്ത റിപ്പോർട്ട് കിട്ടി അതനുസരിച്ച് റിപ്പോർട്ട് തയ്യാറാക്കി നമുക്ക് തരും. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് നമുക്ക് തരും. ഈ കൊമ്പുകളും കാര്യങ്ങളൊക്കെ ഫോറസ്റ്റ് കേരള ഓൺഷിപ്പുള്ള ആനകളാണെങ്കിൽ ഉടമസ്ഥന് വാങ്ങിക്കാൻ പറ്റും. അത് നിയമപ്രകാരം കുറച്ച് ചെയ്യേണ്ട ജോലികളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ വാങ്ങിക്കാൻ പറ്റും. പാർമേകാവൊക്കെ വാങ്ങിച്ചല്ലോ. അതായത് അത് കൊമ്പ് മാറ്റിയിട്ടാണ് ബാക്കിയുള്ളത്. അതെ. അങ്ങനെയാണ് അതിൻ്റെ കാര്യങ്ങൾ വരുന്നത്. പ്രിയപ്പെട്ട ആൾക്കാരിൽ ഉണ്ണിയേട്ടൻ കഴിഞ്ഞാലോ അല്ലെങ്കിൽ ആനക്കാർക്കിടയിൽ അത്യാവശ്യം പ്രിയപ്പെട്ട ഒരാളാണ് നായർ സാബ്, രാമേന്ദ്രേട്ടൻ.
എപ്പം ആ ഒരു ബന്ധത്തെക്കുറിച്ച്, കാരണം ഞാൻ ഇടയ്ക്കിടയ്ക്ക് സ്റ്റാറ്റസ് കാണാറുണ്ട് നായർ എനിക്ക് സാബിലൊക്കെ